വെൽക്കം ടു ദ വോയിസ് ഓഫ് മാർക്കറ്റിംഗ്. വോയിസ് ഓഫ് മാർക്കറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ഇൻഫ്ലോ വന്നില്ലെങ്കിൽ ഒരു കമ്പനിക്ക് നിലനിൽക്കാൻ പറ്റില്ല. ഒരു കമ്പനിയുടെ ജീവരക്തം എന്ന് പറയുന്നത്, ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോയാണ്. ആ കമ്പനിക്ക് നിലനിൽക്കണമെങ്കിൽ, എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ വന്നിരിക്കണം. പാത്രത്തിൽ ഉണ്ടെങ്കിലാണ് പാത്രത്തിൽ നിന്ന് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഔട്ട്സ്റ്റാൻഡിങ് കൂടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യണം? കൂടുതൽ ഔട്ട്സ്റ്റാൻഡിങ്ങിലേക്ക് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം? ചില കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഒരു മാസത്തിൽ തന്നെ 1-ാം തീയതി ഓർഡർ തരും, പിന്നെ 10-ാം തീയതി ഓർഡർ തരും, പിന്നെ 15-ാം തീയതി ഓർഡർ തരും, പിന്നെ 25-ാം തീയതി ഓർഡർ തരും. ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ പേയ്മെൻറ്റ് ഓർഡർ തരുന്നതിനൊപ്പം തന്നെ പേയ്മെൻറ്റുകൾ വരാതിരിക്കുന്ന ഒരവസ്ഥ, അത് ഭയങ്കര പ്രശ്നമാണ്. ഈ രീതിയിൽ ഒരു 2 മാസം പോകുമ്പോഴേക്കും കുറേ അധികം പേയ്മെൻറ്റുകൾ ഈ ഡീലറുടെ അടുത്ത് വന്ന് പെട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ഡീലർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഡീലറുടെ അടുത്ത് വന്ന് പെട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ കമ്പനി ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുകയാണെങ്കിലും ഡീലർക്ക് കൊടുക്കുകയാണെങ്കിലും കമ്പനിയുടെ കുറേ പേയ്മെൻറ്റുകൾ അങ്ങനെ വന്ന് പെട്ടിട്ടുണ്ടാകാം. ഈ ഒരവസ്ഥ ഡേഞ്ചറാണ്. എത്രമാത്രം പൈസ നമുക്ക് വരുന്നുണ്ട് അതിനനുസരിച്ച് മാത്രമേ ഓർഡർ കൊടുക്കാവുള്ളൂ. ഇൻഫ്ലോ എത്ര കിട്ടുന്നുണ്ട്, ഇൻഫ്ലോയ്ക്ക് അനുസരിച്ച് മാത്രമേ ഔട്ട്ഫ്ലോ കൊടുക്കാവുള്ളൂ. ഇത്തരം കസ്റ്റമറുടെ ഒരു സ്വഭാവ രീതി പറഞ്ഞുതരാം. ചിലപ്പോൾ ഇവർ നിങ്ങൾക്ക് ഓരോ സപ്ലൈ ചെയ്യുമ്പോഴും പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് തന്നുകൊണ്ടിരിക്കും. അടുത്ത മാസം ഡേറ്റ് ഇട്ട് ചെക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ചെക്കുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഓഫീസിൽ വച്ചുകൊണ്ടിരിക്കും. ആദ്യത്തെ ചെക്ക് പാസ്സാകേണ്ട സമയം 1 മാസത്തിന് ശേഷം വരും. അന്ന് നിങ്ങളുടെ ഓഫീസിലേക്ക് ഒരു കോൾ വരും. ആ 25,000 രൂപയുടെ ചെക്ക് ഇന്ന് പ്രസൻറ്റ് ചെയ്യേണ്ട, അത് ഞാൻ പറഞ്ഞിട്ട് പ്രസൻറ്റ് ചെയ്താൽ മതി. ബാങ്കിൽ ഇൻസഫിഷ്യൻ്റ് ഫണ്ടാണ്, ഇന്ന് പ്രസൻറ്റ് ചെയ്യേണ്ട. വേറൊരു ചെക്ക് അതിൻ്റെ മുമ്പേ കയറി വന്ന് ആ പൈസ മുഴുവൻ പോയി, അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യൂ. നമ്മൾ പെട്ടോ? ഇത്തരം കസ്റ്റമർ ഏതൊക്കെ രീതിയിൽ പ്രോബ്ലംസ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. എന്തുമാത്രം പേയ്മെൻറ്റുകൾ വരുന്നുണ്ട് അതനുസരിച്ചുള്ള സപ്ലൈ മാത്രമേ കൊടുക്കാവുള്ളൂ. ഇത്തരം കസ്റ്റമേഴ്സിനെ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ആദ്യം ഇത്തരം കസ്റ്റമർ ഒരു 5,000 രൂപയുടെ ഓർഡർ തന്നു എന്ന് വിചാരിക്കുക. 5,000 ഓർഡർ തന്നു. രണ്ടാമത്തെ ഓർഡർ ഇവർ 5,000 ആണോ തരുന്നത് അതോ 20,000 ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ടാമത്തെ ഓർഡർ ഇവർ 20,000 തരുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യണം, അത് കൊടുക്കരുത്. അങ്ങനെയുള്ള കസ്റ്റമറുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർ 20,000 ചെയ്തു, അടുത്ത പ്രാവശ്യം അവർ 30,000 എടുക്കും, പിന്നത്തെ പ്രാവശ്യം 35,000 എടുക്കും. ഇത് ഒരു കൺട്രോളില്ലാതെ നമ്മൾ ഓർഡർ അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം 5,000 സപ്ലൈ ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ ഉറപ്പായിട്ട് അവർ 10,000-ൻ്റെ ഓർഡർ നെക്സ്റ്റ് ടൈം തരും. 10,000 സപ്ലൈ ചെയ്യാൻ തയ്യാറായാൽ അവർ ഉറപ്പായിട്ടും 15,000-ഓ 30,000-ഓ തരും. അത്തരം കസ്റ്റമേഴ്സിനെ ശ്രദ്ധിക്കുക. അവർ കുറേ അധികം ഓർഡർ കയ്യിലേക്ക് ആക്കിയ ശേഷം നമുക്കിട്ട് പണി തരുന്നവരായിരിക്കാം. എല്ലാവരുമല്ല, ഒരു 80% അങ്ങനെ ഇഷ്യൂകൾ വന്നിട്ടുള്ള കേസുകളുണ്ട്. അത്തരം കസ്റ്റമേഴ്സിനെ എന്തുമാത്രം പേയ്മെൻറ്റ് നമുക്ക് തരുന്നുണ്ട് അതിനനുസരിച്ച് മാത്രമേ സപ്ലൈ ചെയ്യാവുള്ളൂ എന്നുള്ള കാര്യം, ആ ഒരു മന്ത്രം ഓർത്തിരിക്കുന്നത് നമ്മുടെ പൈസ പോകാതിരിക്കും. പിന്നെ ഒരു തരം കസ്റ്റമേഴ്സ് ഉണ്ട്, മാസത്തിൽ ഒരു പർച്ചേസ് നടത്തും. അതൊരു 4 ലക്ഷമോ 3 ലക്ഷമോ ഉണ്ടാവും. ആ ഒരു ഒറ്റ പർച്ചേസ് നടത്തിയാൽ ആ 4 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം നമ്മുടെ ബ്ലോക്കായി. അവർ പിന്നെ ഒരു പർച്ചേസ് നടത്തണമെങ്കിൽ ആ ഐറ്റം ഫുള്ളായിട്ട് വിറ്റ് തീരണം. അപ്പോൾ നമ്മൾ അവർ പറയുന്ന ഐറ്റമൊക്കെ ഫുള്ളായിട്ട് നമ്മൾ കയറ്റി വിടും. അവസാനം പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ അത് തരാം, പിന്നെ ആവട്ടെ, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിനുശേഷം എപ്പോഴാണ് ഇവർ അടുത്ത ഓർഡർ തരുന്നത്? ആ ഐറ്റം ഫുള്ളായിട്ട് വിറ്റ് കഴിഞ്ഞ ശേഷമാണ്
അടുത്ത ഓർഡർ അവർ ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം? ഇങ്ങനെയുള്ള കസ്റ്റമറുടെ അടുത്ത് ഡീലറുടെ അടുത്ത് ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്ത് എന്ത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് ചെയ്യേണ്ടതുണ്ട്. ഇവരെടുക്കുന്ന ഐറ്റത്തിൽ ഇവർ മാസ്റ്റർ പീസായിട്ട് വിൽക്കുന്ന ഒരു 3-4 ഐറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ ഇവർക്ക് ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ട് വിറ്റഴിക്കപ്പെടുന്ന 2-3 ഐറ്റം ഉറപ്പായിട്ടുണ്ടാവും. ആ ഐറ്റം വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ കൊടുക്കാവുള്ളൂ. 20,000 രൂപയ്ക്ക് ചോദിച്ചാൽ ഒരു 5,000 രൂപയ്ക്ക് കൊടുക്കുക. ബാക്കി ഉള്ള ഐറ്റം ഫുൾ ഐറ്റം ഓർഡർ അയക്കുക. അപ്പോൾ ഇവരുടെ ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയുള്ള ഐറ്റം പെട്ടെന്ന് വിറ്റ് പോകുകയും ഇവർ രണ്ടാമത് ഓർഡറിന് വേണ്ടി നമ്മളെ വിളിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വിളിക്കുന്നത് ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ 60 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കാം, ഓൾറെഡി പോയ ഔട്ട്സ്റ്റാൻഡിങ് റെഡിയാണോ സാർ? അതിൻ്റെ ഒരു പാർട്ട് പേയ്മെൻറ്റ് ഞങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഫണ്ടിന് ഇത്തിരി ഷോർട്ടേജ് ഉണ്ട്, ആ ഒരു പാർട്ട് പേയ്മെൻറ്റ് ഞങ്ങൾക്ക് തരണം. ഉറപ്പായിട്ടും ആവശ്യപ്പെടാൻ പറ്റും. അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ ഒരു കസ്റ്റമർ ചോദിക്കുമ്പോൾ ഫുൾ ഐറ്റം, ഫാസ്റ്റ് മൂവ്മെൻ്റ് ഉള്ള ഫുൾ ഐറ്റം ആ കസ്റ്റമറിന് കൊടുക്കരുത്. കുറച്ച് ഐറ്റം കൊടുക്കുക. ഫാസ്റ്റ് മൂവ്മെൻ്റ് ഉള്ള ഐറ്റം കുറച്ച് മാത്രം സപ്ലൈ കൊടുക്കുക. അപ്പോൾ റീ ഓർഡർ വരുമ്പോൾ നമുക്ക് ഓൾഡായിട്ട് നിൽക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് കളക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അത് സക്സസ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു തരം കസ്റ്റമർ ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ എത്രമാത്രം വിളിച്ചാലും അവർ ഫോൺ എടുക്കില്ല. ആ റീറ്റെയിൽ ഷോപ്പിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറെ കാണാൻ എത്തുമ്പോൾ അവർ അവിടെ നിന്ന് മുങ്ങിയിരിക്കും. പേയ്മെൻ്റ് ഇല്ല. ചിലപ്പോൾ 10,000 രൂപയായിരിക്കും. ആ 10,000 രൂപ 4 മാസവും 5 മാസവും 6 മാസമായിട്ട് കിടക്കും. അപ്പോൾ അവർ പറയാനുള്ള കുറേ കഷ്ടപ്പാട്, ദുരിതങ്ങൾ, അതിങ്ങനെ വന്നു, അങ്ങനെ പ്രശ്നമായി, ഇങ്ങനെ പ്രശ്നമായി, എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, ആക്സിഡൻ്റ് ഉണ്ടാവുന്ന ചില കേസുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചില കേസുകൾ അറിഞ്ഞുകൊണ്ട് ഒരാൾ എങ്ങനെ പേയ്മെൻറ്റ് നമുക്ക് തരാതിരിക്കുന്നു, അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യണം. അയാൾക്ക് പൈസ നമുക്ക് തരാനുണ്ട്. ചില കസ്റ്റമർ ഉണ്ട് അങ്ങനെ പൈസ കൊടുക്കാൻ അയാളുടെ കയ്യിലുണ്ട്, പക്ഷെ പൈസ തരില്ല. അങ്ങനെയുള്ള കസ്റ്റമറെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ നമ്മൾ നേരിടണം? പൈസ തരാനുള്ള ഒരാളുമായിട്ട് ഉടക്കാൻ പോകരുത്. വളരെ സാവധാനം, വളരെ സോഫ്റ്റായിട്ട് ഇടപെടണം. സാർ ഫോൺ ചെയ്യണേ, ഹലോ സാർ, എന്താ പറ്റി സാർ? ഇത്രയും നന്നായിട്ട് സാർ പേയ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ, ഇപ്പോൾ സഡനായിട്ട് എന്താ പറ്റിയത്? ഞങ്ങളുടെ ഓഫീസിലും കമ്പനിയിലൊക്കെ സാറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഞങ്ങൾ മീറ്റിങ്ങിലൊക്കെ സാറിനെ കുറിച്ച് പറയാറുണ്ട്. പിന്നെ ഇതിന് മുമ്പൊക്കെ പേയ്മെൻറ്റുകൾ വളരെ നന്നായിട്ട് സാർ ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ, എന്ത് സാർ പറ്റി? ഇപ്പോൾ എന്ത് പറ്റി? ഒരു നന്നായിട്ടും ചെയ്യുന്നുണ്ടാവില്ല, ലോകം ഊടായ്പായിരിക്കും. എങ്കിലും അങ്ങനെയേ പറയാവൂ. അങ്ങനെ വളരെയധികം സോഫ്റ്റായിട്ട് നിന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾ ഒരു ഓർഡർ ഞങ്ങൾക്ക് തരൂ, ഒരു ഓർഡർ കൂടി സാർ ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ ഓർഡർ അയക്കാം എന്ന് പറഞ്ഞ് ആ പേയ്മെൻറ്റ് എങ്ങനെയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നെഫ്റ്റ് വരുത്തിയ ശേഷം പിന്നെ അയാൾക്ക് ആ കസ്റ്റമറിന് സപ്ലൈ കൊടുക്കരുത്. പിന്നെ റെഡി പേയ്മെൻറ്റ് തന്നാൽ സപ്ലൈ തരാം എന്നുള്ള കണ്ടീഷൻ വെച്ചോളണം. ഈ കണ്ടീഷന് എതിരായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്, അതൊന്ന് പറഞ്ഞേക്കാം. ഒരു ഡിസ്ട്രിബ്യൂട്ടറോ കമ്പനി ആയാലും ഒരു ഡീലറുടെ അടുത്ത് കുറേ സാധനം കൊണ്ടുപോയി അടിച്ച് തള്ളിയിട്ട് അയാൾ ചോദിക്കുന്ന ഐറ്റവും കുറേ അധികം കൊണ്ട് അടിച്ച് തള്ളിയിടും. അവസാനം പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. അതിൻ്റെ ഗ്യാരണ്ടി പോളിസി ഉണ്ടാവാം, അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവാം. ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കമ്പനിക്കാരോ ഉത്തരവാദിത്വം കാണിക്കാത്ത ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഒരു കാരണവശാലും ഈ പാവപ്പെട്ട ഡീലറെ ബലിയാടാക്കരുത്. ഒരു കസ്റ്റമർ വന്ന് ചോദിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് കൊടുക്കാൻ അയാൾക്ക് സാധിക്കില്ല. റീപ്ലേസ്മെൻ്റിൻ്റെ കാര്യം വന്ന് ചോദിക്കുമ്പോൾ റീപ്ലേസ്മെൻ്റിൻ്റെ കാര്യം വരുമ്പോൾ കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ചില കേസുകളിൽ ഡീലർ പൈസ കൊടുക്കാതിരിക്കാം. കാരണം ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നതിലൂടെ എല്ലാം കഴിയുന്നില്ല, എല്ലാം ആരംഭിക്കുന്നേ ഉള്ളൂ. അതിന് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ കമ്പനി മാറ്റി കൊടുക്കണം. ആ ഉത്തരവാദിത്വം ഡീലറോടും ഈ ഡിസ്ട്രിബ്യൂട്ടറും കമ്പനിയും കാണിച്ചിരിക്കണം. അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ റീറ്റെയിലർ ചില അവസ്ഥകളിൽ പേയ്മെൻറ്റ് പെൻഡിങ് അറിഞ്ഞുകൊണ്ട് വരുത്താറുണ്ട്. അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഇതിനകത്ത് ട്രീറ്റ് ചെയ്യാൻ വേറെ ഒരു കാര്യവുമില്ല. ആ പ്രോബ്ലം വന്നാൽ
കംപ്ലൈൻറ്റ് വന്ന ഐറ്റം, കംപ്ലൈൻറ്റ് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ലോകത്ത് ആർക്കും ഒരു കംപ്ലൈൻറ്റ് വന്ന പ്രോഡക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കമ്പനി തിരിച്ചെടുക്കുക എന്നുള്ള കാര്യമാണ്. കമ്പനി തിരിച്ചെടുക്കണമെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ആൾ അതിന് കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണം, കമ്പനി ഇൻഫോം ചെയ്യണം, ഇത്രയും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് അത് തിരിച്ചെടുക്കണം എന്ന് പറയണം. അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഈ കാര്യത്തിൽ ഇനിഷ്യേറ്റ് എടുത്ത്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർ ഇനിഷ്യേറ്റ് എടുത്ത് ആ സാധനം മാറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്തം, ആ ഡീലർക്ക് മാറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്തം അയാൾ ഏറ്റെടുത്തേ മതിയാകൂ. അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ചിലപ്പോൾ റീറ്റെയിലർ പേയ്മെൻറ്റ് പെൻഡിങ് വരുത്താം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറും പേയ്മെൻറ്റ് പെൻഡിങ് വരുത്താം. കാരണം പ്രോബ്ലം ഒന്നും ആർക്കും വിൽക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കണ്ടീഷൻ എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കാതിരിക്കുന്ന മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്, നല്ലപോലെ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റീറ്റെയിലർ കൃത്യമായിട്ട് പേയ്മെൻറ്റ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, അയാളുടെ തൊട്ടടുത്ത ഷോപ്പിൽ കൊണ്ടുപോയി ഈ സെയിം പ്രോഡക്റ്റ് തന്നെ കമ്പനിയോ ഡിസ്ട്രിബ്യൂട്ടറോ കൊടുക്കുന്നു, റൈറ്റ് താത്തി കൊടുക്കുന്നു. ഇത് വലിയൊരു പ്രശ്നമാണത്. നമ്മൾ കുറച്ചുകൂടെ ദൂരെ മാറി ഏതെങ്കിലും നല്ലൊരു പാർട്ടിയെ അപ്പോയിൻറ്റ് ചെയ്യുക, തൊട്ടടുത്ത ഷോപ്പുകളിലായിട്ട് സെയിം പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ആയാലും കമ്പനി ആയാലും കൊടുക്കാതിരിക്കുക. അത് വെറുതെ ഒരു ഇൻറ്റേർണൽ ഇഷ്യൂ എന്തിനാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഒരു ഹെഡേക്ക് നമ്മുടെ തലയിലേക്ക് വയ്ക്കുന്നത്? കുറച്ച് ദൂരെ മാറി ചെയ്തുകൂടെ? അല്ലെങ്കിൽ ഒരാളെ ഫിക്സ് ചെയ്യൂ, നന്നായിട്ട് ചെയ്യുന്ന ഒരാളെ ഫിക്സ് ചെയ്യൂ. ഈ ഒരു കണ്ടീഷനിൽ ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് റീറ്റെയിലർ തരാതിരിക്കാം, ഡിസ്ട്രിബ്യൂട്ടറും തരാതിരിക്കാം. കാരണം കമ്പനി തന്നെ 2 ഡിസ്ട്രിബ്യൂട്ടർക്ക് തൊട്ടടുത്ത് കൊടുത്താൽ ഈ ഒരു പ്രശ്നം വരും, അയാളുടെ ഒരു പെർമിഷൻ ഇല്ലാതെ. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് താഴ്ന്നു പോകുന്നത്? അല്ലെങ്കിൽ ഒരു റീറ്റെയിലറുടെ ബിസിനസ് നന്നായിട്ട് അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല ബിസിനസ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിനാണ് അടുത്തുള്ളൊരു ഷോപ്പിൽ കൊണ്ടുപോയി ഈ ഡിസ്ട്രിബ്യൂട്ടറോ ഈ കമ്പനിയോ കൊടുക്കുന്നത്? അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ബിസിനസ്സിൽ എത്തിക്സ് എന്ന സാധനം ആവശ്യമാണ്. ഔട്ട്സ്റ്റാൻഡിങ് കളക്ട് ചെയ്യുക എന്നുള്ളത് ഏതൊരു കമ്പനിക്കും വളരെ വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. എങ്ങനെയൊക്കെ പേയ്മെൻറ്റ് നമുക്ക് വളരെ സഡനായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും, അതിനൊക്കെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഡീലേഴ്സിൻ്റെ അടുത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഏരിയകളെക്കുറിച്ച് കുറച്ചുകൂടി ഗഹനമായിട്ടുള്ള എപ്പിസോഡുകളിലേക്ക് നമുക്ക് പോകാം. ഓൾ ദ ബെസ്റ്റ്.